ഇറാൻ യുദ്ധം ഇറാനും മിഡിൽ ഈസ്റ്റിനും മാത്രമല്ല അമേരിക്കക്കും കനത്ത നാശനഷ്ടമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആയുധ ശേഖരത്തെ സാരമായി ബാധിക്കുന്നുവെന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയുടെ ആയുധപ്പുര കാലിയാകുന്നു എന്നാണ് CNN വാർത്ത നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ അത്യാധുനിക ആയുധ ശേഖരങ്ങളിൽ ഏതാണ്ട് 1/3 മുതൽ പകുതി വരെ ആയുധശേഖരം കാലിയായി എന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രമുഖ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസിലെ വിദഗ്ധനും റിട്ടയർഡ് മറൈൻ കോപ്സ് കേണലുമായ മാർക്ക് കാൻസിയനെ ഉദ്ധരിച്ചുകൊണ്ടാണ് എക്സ്ക്ലൂസീവ് ന്യൂസ് CNN പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. യുദ്ധത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനും ദീർഘദൂര ടാർഗറ്റുകളിൽ കൃത്യതയോടെ പ്രഹരമേൽപ്പിക്കുന്നതിനും ആയിരക്കണക്കിന് മിസൈലുകളാണ് US ഉപയോഗിക്കേണ്ടി വന്നത്. പാട്രിയറ്റ് മിസൈൽ സംവിധാനങ്ങൾ യുദ്ധത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ വ്യാപകമായി ഉപയോഗിച്ച് കഴിഞ്ഞിരുന്നു. സാഹചര്യത്തിൽ ആയിരക്കണക്കിന് പാട്രിയറ്റ് മിസൈലുകൾ US മാത്രം ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ഗൾഫിലെ സഖ്യകക്ഷികളും നിരവധി പാട്രിയറ്റ് മിസൈലുകൾ ഉപയോഗിച്ചു. റഷ്യൻ അധിനിവേശത്തെ തടുക്കുന്ന യുക്രൈനും ധാരാളം പാട്രിയറ്റ് മിസൈലുകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമ്മർദ്ദം US മേൽ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡിമാൻഡുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് പ്രൊഡക്ഷൻ സാധ്യമല്ലാത്ത വിധം പെൻറ്റഗൺ അവതാളത്തിലായിരിക്കുകയാണ്. ഇതാണ് അമേരിക്കയെ കുഴക്കുന്നത്. പാട്രിയറ്റ് മിസൈൽ നിർമ്മാണത്തിൻ്റെ കോസ്റ്റ് $1 ബില്യൺ കണക്കാക്കപ്പെടുന്നത്. ഒരു വർഷം പരമാവധി US ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക 600 പാട്രിയറ്റ് മിസൈലുകൾ മാത്രമാണ്. പാട്രിയറ്റ് മിസൈലിന് ഓർഡർ നൽകിയാൽ ഏതാണ്ട് അത് ലഭിക്കാൻ 4-5 വർഷങ്ങളുടെ കാലതാമസമെടുക്കുമെന്നാണ് മാർക്ക് കാൻസിയൻ CNN ചാനലിനോട് പറഞ്ഞത്. ആയുധശേഖരം പെട്ടെന്ന് തീരുകയും പുനരുൽപാദനം മന്ദഗതിയിലാവുകയും ചെയ്യുമ്പോൾ പ്രതിരോധ സംവിധാനം ആകെ തകരാറിലാകും. അമേരിക്കയുടെ ആഗോള സൈനിക മേധാവിത്വത്തിനും സുരക്ഷാ തന്ത്രങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ് ഇറാനുമായുള്ള യുദ്ധം എന്ന കാര്യത്തിൽ തർക്കമില്ല.